ഹലോ വ്യൂവേഴ്സ്. ഇന്ന് സെൻറ്റ് ജോസഫ് കോളേജ് ദേവഗിരിയിൽ പോകാൻ പറ്റി. കാരണം ക്ലാസ്സിലുള്ള രണ്ട് കുട്ടികളെ എനിക്ക് അവരുടെ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയ ഒരു ക്വിസ് കോമ്പറ്റീഷനിൽ പങ്കെടുപ്പിക്കാനുണ്ടായിരുന്നേ. അപ്പോഴാണ് അവിടുത്തെ ഏറ്റവും നല്ലൊരു ലൈബ്രറിയിലേക്ക് പോകുന്നത്. കുട്ടികൾക്കൊക്കെ അവിടെയൊക്കെ എൻട്രി ഉണ്ട്. അപ്പോൾ ഈ ലൈബ്രറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ലൈബ്രറികളിൽ പോയിട്ടുണ്ട്. ദുബായ്, അബുദാബി, സ്കൂൾസ് ലൈബ്രറിയിലൊക്കെ ഒത്തിരി പോയിട്ടുണ്ട്. പക്ഷേ ഇത്രയും വലിയൊരു ലൈബ്രറി നമുക്ക് കാണാൻ കഴിയില്ല. നമ്മൾ ആദ്യം ചെല്ലുന്നത് ആക്സസ് ലൈബ്രറി എന്ന് പറഞ്ഞൊരു ലൈബ്രറിയിലേക്കാണ്, ഒരു സെക്ഷനിലേക്കാണ്. അവിടെ നമുക്ക് ബുക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റീഡബിൾ ആക്കിയിട്ട് സ്കാൻ ചെയ്തിട്ട് ഓഡിബിൾ വേർഷനിലേക്ക് നമുക്ക് കിട്ടും. പിന്നെ ബ്രെയിൻ ലിപി, ഇതെല്ലാം കുട്ടികൾക്ക് ഫെമിലിയർ ആക്കി കൊടുക്കാൻ അവിടുത്തെ സ്റ്റാഫ് തന്നെ ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ ലൈബ്രറിയുടെ ഗ്രൗണ്ട് ഫ്ലോർ. ഇങ്ങനെയാണ്. എത്രയോ ആളുകൾക്ക് ഒന്നിച്ചിരുന്ന് വായിക്കാൻ പറ്റാവുന്ന അത്രയും സ്പേഷ്യസ് ആണ്. AC ആണ്. അതോടൊപ്പം നമുക്ക് ഇത് തന്നെ ഈ ലൈബ്രറി തന്നെ 3 ഭാഗങ്ങളാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ലെസ് ഡിസ്ട്രാക്റ്റഡ് ഏരിയ, സൈലൻറ്റ് ഏരിയ, ഡിസ്കഷൻ ഏരിയ, ഇങ്ങനെ 3 തിരിച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഡിസ്കഷൻ ഏരിയയിൽ ഒരു കപ്പ് ഓഫ് കോഫിയായി പോയിരുന്ന് നമുക്ക് ഡിസ്കഷനൊക്കെ നടത്തി നമുക്ക് എന്താ പറയുക, ചായ കുടിക്കാനും വായിക്കാനും കോഫി കുടിക്കാനും ഒക്കെ ഉള്ള സൗകര്യങ്ങൾ അവിടെയുണ്ട്. ഇതാണ് ഗ്രൗണ്ട് ഫ്ലോർ. എത്ര മനോഹരമായിട്ടാണ്! നമുക്ക് ഈ പിക്ചേഴ്സിലൊക്കെ മാത്രമേ നമുക്ക് ഇത്രയും നല്ലൊരു ലൈബ്രറിയെ കാണാൻ പറ്റത്തുള്ളൂ. എത്ര മനോഹരമായിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൈനേഴ്സിന് അത്രത്തോളം അപ്രീസിയേഷൻ അർഹിക്കുന്നുണ്ട്. ഈ ഡിസൈനേഴ്സ് ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിലും ഞെട്ടും. കോഴിക്കോടുള്ള ലാൻസ ആർക്കിടെക്ട്സ് ആൻഡ് സ്റ്റുഡിയോ ആർക്കിടെക്ട്സ് ആണ് ഇത് ചെയ്തിരിക്കുന്നത്. കണ്ട് ഓരോ ക്യൂബിക്കിളായിട്ടാണ് ഓരോ റീഡേഴ്സിന് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ടാകാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് അത്രയും മനോഹരം. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്സൊക്കെ വളരെ ഓർഡറിൽ കാര്യമായിട്ട് വെച്ചിട്ടുണ്ട്. ആൻറ്റിക് കളക്ഷൻസൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഏരിയ ഉണ്ട്. ക്ലോക്കും കാര്യങ്ങളൊക്കെ. പിന്നെ അത്രയും നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ അത്രയ്ക്കും വായിക്കാനും റെഫർ ചെയ്യാനും ഒക്കെ നമുക്ക് തന്നെ തോന്നിപ്പോകും. അത്രയ്ക്കും മനോഹരമാണ് അത്. പിന്നെ ന്യൂലി ബിൽറ്റ് ആയതിൻ്റെ ഒരു ആംബിയൻസിൻ്റെ ആ ഒരു വൈബും കൂടിയുണ്ട്. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ, സ്റ്റെയർ കേസ് ഇങ്ങോട്ടേക്ക് പോകുന്നത്, ഒരു സ്റ്റെയർ കേസ് എന്ന് പറയുന്നത് വുഡൻ സ്റ്റെയർസ് ആയിട്ടുള്ളതാണ്. പിന്നീട് ഞാൻ മറ്റത് കാണിച്ചു തരാം. ഇതാണ്, നോക്കൂ, ഓരോ ക്യൂബിക്കിൾസായിട്ട് ഓരോരുത്തർക്കും അന്യോന്യം തന്നെ കാണാതെ ഇരുന്ന് വായിക്കാനും ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ. ഇതൊക്കെ സൈലൻറ്റ് ഏരിയയാണ്, ഇരിക്കാനൊക്കെ നമുക്ക് പറ്റും. എത്ര മനോഹരമാണ്! എന്ത് ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത്! നമുക്ക് ഇൻ്റർനാഷണൽ സ്റ്റൈൽ എന്നൊക്കെ അതും നമ്മുടെ കോഴിക്കോട് ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് അഭിമാനിക്കാം. അത്രയ്ക്ക് നന്നായിട്ടാണിത് ചെയ്തിരിക്കുന്നത്. കണ്ട് ഓരോ കോറിഡോറും ഓരോ ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് ഓരോ ഭാഗങ്ങളുണ്ട് ഇരുന്ന് വായിക്കാനും. ഇതാണ് ഞാൻ പറഞ്ഞ ലൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞ ഏരിയ. ഈ സ്റ്റെയർ കേസിലൂടെ, ശരിക്കും ലൈറ്റ് ഹൗസ് നമുക്കറിയാലോ, ഇത് ഒരു പ്രകാശം തരുന്ന നോളേജിൻ്റെ ഒരു ലൈറ്റാണ് അവിടെ കാണുന്നത്. നമുക്കിങ്ങനെ നടന്നു പോകുമ്പോൾ തന്നെ ഓരോ ബുക്സുകൾ നമ്മളുടെ ശ്രദ്ധയിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്കതെടുത്ത് വായിക്കാനും അവിടെ തന്നെ വേണമെങ്കിൽ ഇരിക്കാനും ഒക്കെയുള്ളൊരു സ്പേസാണിത്. ഇത്രയും നല്ല രീതിയിൽ ഇത്രയും ഇമാജിനേറ്റീവായി ക്രിയേറ്റീവായിട്ട് ചെയ്തിട്ടുള്ള ഡിസൈനേഴ്സിനെ നമുക്ക് എങ്ങനെയാണെങ്കിലും അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. ടീച്ചേഴ്സിനായുള്ള റീഡിങ് സെഷൻ വേറെ തന്നെയുണ്ട്. ഫാക്കൽറ്റിക്ക് വേണ്ടിയിട്ട് അവർക്ക് റിസർച്ച് ചെയ്യാനും അവർക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനും ഒക്കെ വേറെ തന്നെ ഏരിയാസ് ഉണ്ട്. ഇതെല്ലാം ടീച്ചേഴ്സിൻ്റെ ഏരിയയാണ്. ഇവിടെ വന്നിരുന്ന് അവർക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനും ഒക്കെ പറ്റും. ഇതാണ് അവരുടെ ഹാള് വന്നിട്ട്. ഇവിടെ ചെറിയ ചെറിയ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ നടക്കും.
ഈ ഹാളിൻ്റെ പേര് ഡിസ്കഷൻ ഹാളിൻ്റെ ചെറിയ ചെറിയ ഗ്യാതറിംഗ് ഒക്കെ കൂടുന്നതാണ് ഷെപ്പേർഡ് ഹാൾ എന്നാണ്. ഷെപ്പേർഡ് സാറ് അവിടെ വർക്ക് ചെയ്തിരുന്ന ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു. പിന്നീട് അത് കഴിഞ്ഞിട്ട് കുറച്ച് ഗ്ലാസ് വെച്ചിട്ടുള്ള ഏരിയ ഉണ്ട്. ആ ഗ്ലാസ് വെച്ചിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തത്വമസി എന്നാണ്. നമ്മളെ തന്നെയാണ് അതിൽ കാണുന്നത്. പിന്നെ അഴീക്കോട് സാറിൻ്റെ പേരിലുള്ള വേറൊരു ഡിസ്കഷൻ റൂമും മീറ്റിംഗ് റൂമും അവിടെ തന്നെ ഉണ്ട്. ഇത് സെക്കൻഡ് ഫ്ലോറിലാണ് ഈ 2 മീറ്റിംഗ് റൂംസും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതാണ് തത്വമസി. പിന്നീടാണ് ഇതാണ് ഈ ഹാളിലാണ് മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്യുന്നത്. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തു. ഇത് 3rd ഫ്ലോറാണ്. ഈ 3rd ഫ്ലോറിലും തന്നെ നമുക്ക് ഇഷ്ടംപോലെ ഇരുന്ന് വായിക്കാനും റിസർച്ച് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ഫെസിലിറ്റീസ് ഉണ്ട്. അത്രയ്ക്കും സ്പേഷ്യസ് ആണ്. എത്ര പേർക്ക് വേണമെങ്കിലും ഇരിക്കാം. അന്യോന്യം ഒരു ശല്യപ്പെടുത്തലോ ഒരു കാര്യവും ഇല്ലാതെ, ഡിസ്റ്റർബൻസോ ഒന്നും തീരെയില്ല. എത്ര പേര് ഇരുന്നാലും നമുക്ക് തന്നെ കാണാൻ പറ്റും അവിടെ ഓരോരുത്തർ വന്ന് ഇരിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ നമ്മളധികം ശബ്ദമൊന്നും ഉണ്ടാക്കാൻ പാടില്ല. ഒരു നോയ്സി അറ്റ്മോസ്ഫിയർ അവരെ ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. അത് നമ്മൾ തന്നെ അവെയർ ആവും ആ ലൈബ്രറി ചെല്ലുമ്പോൾ അതിൻ്റെ എത്തിക്സും കാര്യങ്ങളും ഒക്കെ ഫോളോ ചെയ്യണമെന്ന്. അത്രയ്ക്കും നന്നായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതാണ് മുകളിലേക്കുള്ള പിന്നെയുള്ള ഫ്ലോർ വരുന്നത്. പിന്നെയും മുകളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത് നോക്കിയേ. കണ്ടോ എങ്ങനെയൊക്കെയാണ് അവർ ഓരോരോ കാര്യങ്ങൾക്കും ഓരോ സംഭവങ്ങളും അവർ ഡിസൈൻ ചെയ്തതെന്നുള്ളത്. ഭയങ്കര നമുക്ക് അത്രയ്ക്കും സന്തോഷമാവും കണ്ടു കഴിഞ്ഞാൽ. ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ സുന്ദരമായിട്ടൊരു ലൈബ്രറി ഉണ്ടാക്കാൻ പറ്റുമോ? അത് എത്രത്തോളം വർക്കൗട്ട് ചെയ്യും നമ്മളെ നാട്ടിലൊന്നും നോക്കാതെ അത്രത്തോളം മനോഹരമാക്കി ചെയ്ത ആർക്കിടെക്ട്സിനും അതോടൊപ്പം അത് ചെയ്ത മാനേജ്മെൻറ്റും എത്രത്തോളം ക്രിയേറ്റീവാണെന്ന് നമ്മൾ ചിന്തിക്കണം എപ്പോഴും. പല സ്കൂളിൽ നിന്നുള്ള കുട്ടികളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ കുട്ടികളും കൂടെ ഒന്നിച്ചാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ കുറേ ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു ഇൻക്യുബേഷൻ കോർണറാണ്. ഇൻക്യുബേഷൻ കോർണർ എന്ന് വെച്ചാൽ ഇവിടെ വെച്ചിട്ട് നമ്മൾ ഐഡിയാസൊക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാണ്. ഇവിടെ നമുക്ക് കേരളത്തിലെ തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നല്ല സാംസ്കാരിക നായകന്മാരെയാണ് ഇവിടെ വരച്ച് വെച്ചിരിക്കുന്നത്. അത് ഇവിടുത്തെ സാറിൻ്റെ അച്ഛനാണ് വരച്ചതെന്നാണ് പറഞ്ഞത്. അതിൽ പൂനത്തിൽ കുഞ്ഞബ്ദുള്ള MT അങ്ങനെ ഒരുപാട് കോഴിക്കോട് സാഹിത്യ നഗരം എന്ന പേരിൽ അറിയപ്പെടുന്നതിന് കാരണമായിട്ടുള്ള ബഷീർ അങ്ങനെ ഒരുപാട് റൈറ്റേഴ്സിൻ്റെ പിക്ചറാണ് അവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. ഇതാണ് കോൺസ്റ്റാന്റിനോപ്പിൾ സെക്ഷൻ. ഇതാണ് ഏറ്റവും മുകളിലുള്ള ഫ്ലോർ വരുന്നത്. അവിടെ എന്ന് വെച്ചാൽ ഇത് റിസർച്ച് ഏരിയ തന്നെയാണ്. ഇവിടെ അങ്ങനെ എല്ലാവർക്കും പെർമിഷനൊന്നുമില്ല. അവിടെ റിസർച്ച് ചെയ്യാൻ വരുന്നവർ മാത്രം ഇരിക്കുകയും വായിക്കുകയും ചെയ്യുന്ന സ്ഥലമാണ്. നിങ്ങൾ തന്നെ പറയൂ, ഇത്രയും നല്ലൊരു ലൈബ്രറി നമുക്ക് എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? കേരളത്തിൽ തന്നെ ഉണ്ടോ?
അത്രയും എത്ര സുന്ദരമാണ് ഇത് എല്ലാ റിലീജിയനുള്ള ആളുകൾക്കും റിലീജിയനെ സ്പെസിഫൈ ചെയ്യുന്നതാണിത്. അപ്പോൾ അതിൽ ഗീത, ബൈബിള് എല്ലാത്തിൻ്റെയും കോഡ്സൊക്കെ എഴുതിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏത്തീസ്റ്റ് ആണെങ്കിൽ അവർക്ക് ഒരു മിററാണ് അവിടെ വെച്ചിരിക്കുന്നത്. ഏത്തീസം ഫോളോ ചെയ്യുന്നവർക്ക്, പീപ്പിൾ ദോസ് ഹു ഡോണ്ട് ബിലീവ് ഇൻ ഗോഡ്, അവർക്ക് അവരെ തന്നെ എന്താ പറയുക തത്വമസി എന്നുള്ള രീതിയിൽ തന്നെ അവർക്ക് നോക്കാനും ഒക്കെയുള്ള ഇതാണ് മിറർ. അതിനെയാണ് സിഗ്നിഫൈ ചെയ്യണേ. എന്താ അത്രയും നല്ലൊരു കോൺസെപ്റ്റും അത്രയും നല്ലൊരു എന്താ പറയുക പറയാൻ നമുക്ക് വാക്കുകളില്ല അല്ലേ. ഇത്രയും നന്നായിട്ട് ഒരു ലൈബ്രറി കോഴിക്കോട് സെറ്റ് ചെയ്യണമെങ്കിൽ അതും ഒരു കോളേജിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അഭിമാനിക്കാം. വായനയും റിസേർച്ചും ഒന്നും തന്നെ ഒരിക്കലും മരിക്കുന്നില്ല. എപ്പോഴും നമുക്ക് അത് എന്നും നമ്മളുടെ കൂടെ ഒരു പ്രചോദനവും നമുക്ക് ജീവിക്കാനുള്ള ഒരു എനർജിയുമാണ് ഈ റീഡിങ്ങും ഈ ലൈബ്രറി ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. കുട്ടികളെല്ലാം തന്നെ നല്ല എക്സൈറ്റഡ് ആയിട്ടുണ്ട്. അത്രയും രസകരമായിട്ടുള്ള ഈ ലൈബ്രറി ഉള്ളത്. ലൈബ്രറിയിൽ തന്നെ ലിറ്ററേച്ചർ, ഫിലോസഫി അങ്ങനെ ഓരോരോ കോർണറായിട്ട് ഇത് വെച്ചിരിക്കുകയാണ് ഒരു സെക്ഷനിൽ ബുക്കുകൾ. എത്ര നന്നായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ തന്നെ നിങ്ങളുടെ അഭിപ്രായം പറയൂ കമൻറ്റ് ബോക്സിൽ. എങ്ങനെയുണ്ട് ഈ ലൈബ്രറി എന്ന്. ഞാനും കുട്ടികളൊക്കെ തന്നെ പിന്നെ സ്റ്റെയർ കേസിലൊക്കെ ഇരുന്നിട്ട് ഓരോ ഫോട്ടോസെല്ലാം എടുത്ത്, അപ്പോൾ അവർക്കും തന്നെ ഒരുപാട് സന്തോഷമായി. അവർ വളരെ ക്യൂരിയസ് ആയിരുന്നു ഓരോ കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ തിരിച്ചു പോകാനുള്ള സമയമായിരിക്കുന്നു. പക്ഷേ അവരുടെ സ്റ്റാഫ് അത്ര മനോഹരമായിട്ടാണ് എല്ലാ കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുത്തത്. ഭയങ്കര സന്തോഷമായി. Thank you for watching. Bye.